പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയാണ് നമ്മോടൊപ്പമുള്ളത്. മറ്റന്നാൾ റിസൾട്ട് വരികയാണ്. എന്താണ് മനസ്സിലുള്ളത്? ഒരാശങ്കയുമില്ല. തികഞ്ഞ ആത്മവിശ്വാസം. വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. എക്സിറ്റ് പോൾ ഫലങ്ങൾ കേരളത്തിൽ UDFന് അനുകൂലമാണെന്നാണ് പറയുന്നത്. അതിൽ വിശ്വസിക്കുന്നുണ്ടോ? കേരളത്തിലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ കുറേ കൂടി മുന്നോട്ട് വരാനുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം കേരളത്തിൽ UDFന് പരാജയപ്പെടേണ്ട ഒരു സീറ്റുമില്ല. 20 സീറ്റിലും അത്രമാത്രം ശക്തമായൊരു പോരാട്ടമാണ് UDF നടത്തിയത്. NDA ക്യാമ്പും അല്പം പ്രതീക്ഷയിലാണ്. അവർക്ക് വോട്ട് കൂടുതൽ കിട്ടുമെന്നൊരു പ്രതീക്ഷയുണ്ട്. അത് LDFനായിരിക്കുമോ ഗുണം ചെയ്യുക? കേരളത്തിൽ രണ്ടാം സ്ഥാനത്ത് പോലും BJP വരേണ്ട ഒരു സീറ്റുകളുമില്ല. ഏതെങ്കിലും സീറ്റിൽ രണ്ടാം സ്ഥാനത്തോ അപ്പുറത്തേക്കോ കടന്നു വരുന്നുണ്ടെങ്കിൽ അത് കേരളത്തിലെ ഇടതുമുന്നണി അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു ദാനമാണെന്ന് കണക്കാക്കിയാൽ മതി. കാരണം അത്തരത്തിലുള്ള ഒരു പിൻവാതിൽ അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ അല്ലാതെ BJPക്ക് കേരളത്തിൽ ഒരു സീറ്റിലും രണ്ടാം സ്ഥാനത്തോ ഒന്നാം സ്ഥാനത്തോ വരാൻ കഴിയില്ല. എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ഒന്നിൽ കൂടുതൽ സീറ്റ് BJP നേടും എന്നാണ്. അതിൽ പത്തനംതിട്ട പെടുമോ? അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? പത്തനംതിട്ട ഒരു കാരണവശാലും രണ്ടാം സ്ഥാനത്ത് പോലും BJP സ്ഥാനാർത്ഥി വരില്ല. അക്കാര്യത്തിൽ എനിക്ക് 100% ഉറച്ച ആത്മവിശ്വാസമാണ്. എത്ര ഭൂരിപക്ഷമാണ് പ്രതീക്ഷിക്കുന്നത്? ഭൂരിപക്ഷത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. 7 അസംബ്ലി മണ്ഡലങ്ങളിലും വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടാവും. കേരള കോൺഗ്രസ് മാണി വിഭാഗം അത് 3 മണ്ഡലങ്ങൾ പ്രതിനിധീകരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് റാന്നി, പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി. അവിടെയൊക്കെ വോട്ട് ഇടതുമുന്നണിക്ക് കൂടുതൽ പോകില്ലേ? ആ 3 മണ്ഡലങ്ങളിലായിരിക്കും ഏറ്റവും വലിയ ഭൂരിപക്ഷം. എനിക്ക് ഏറ്റവും വലിയ ഭൂരിപക്ഷം ഈ 3 മണ്ഡലങ്ങളിലായിരിക്കും. LDF തികഞ്ഞ വിജയ പ്രതീക്ഷയിലാണ്. പ്രതീക്ഷിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം UDFന് അനുകൂലമായിരിക്കും. ക്രൈസ്തവ വിഭാഗങ്ങളുടെ വോട്ട് അത് BJPയും ഇക്കുറി പ്രതീക്ഷിച്ചിട്ടുണ്ട്. അവർ ആ രീതിയിലുള്ള ക്യാമ്പയിനിങ്ങിനൊക്കെ നടത്തിയിരുന്നു. ഒരു വോട്ട് ചോർച്ച ഉണ്ടാകുമോ മറ്റ് UDFിലേക്കും NDAയിലേക്കും? കാരണം രാജ്യമൊട്ടാകെ ആയിരക്കണക്കിന് പള്ളികളും സ്ഥാപനങ്ങളുമാണ് അടിച്ചു തകർത്തത്. അപ്പോൾ അതിൻ്റെ പ്രത്യുപകാരമായിട്ട് വോട്ട് കിട്ടുമെന്നായിരിക്കും അവർ പ്രതീക്ഷിക്കുന്നത്. ആന്റോ ആന്റണി തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. 4ാം വട്ടം വിജയിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ. ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.